ആ, 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 ആ. ആ, ചാടിയില്ലല്ലേ? ചാടി ഇറങ്ങാം. തട്ടടാ പോടാ. അങ്ങനെ മധുര ഞാൻ വിചാരിച്ചു വേറെ എവിടെയെങ്കിലും കൊണ്ടിറക്കിയെന്ന്. ഭാഗ്യം മധുര എന്നെ. ഡെയ് ചെല്ലക്കിളികളായി എന്തൊരു നോക്കണത്. നമ്മളങ്ങോട്ട് ഒരു നോട്ടം ഇട്ട് കൊടുത്തോണ്ട് നോക്കി. ഇവിടെ എസ്കലേറ്റർ ഒന്നും ഇല്ലടേ. ഇത് എന്തൊരു നടന്ന് നടന്ന് പോകണമല്ലേ. കാലും വയ്യ പുല്ല്. അങ്ങനെ നേരെ മധുര ബസ് സ്റ്റാൻഡിൽ. മഞ്ഞ ബസ് അല്ല പച്ച ബസ്. അണ്ണൻ നോക്കിയാണ് സ്റ്റൈൽ. വിശന്ന് പണ്ടം കത്തിക്കുകയാണ്. അപ്പം എന്തെങ്കിലും കഴിക്കാൻ. ഇവിടെ എന്തൊരു വാപ്പാ തേങ്ങയൊക്കെ വിളിച്ച് നമ്മൾ ചെന്ന് കയറി കൊടുത്ത്. ദോശയും പൂരിയും ഇഡലിയൊക്കെ ഉണ്ട്. എത്ര രൂപയാണ് എന്തോ കഴിച്ചിട്ട് അറിയാം സംഭവം എത്ര. കൊള്ളാം കൊള്ളാടേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാര്യമായിട്ട് പറഞ്ഞാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ എല്ലാം ഉണ്ട് ഉണ്ട്. അപ്പം തീരൂല. കഴിക്കാം കഴിക്കാം. ഡേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ മധുരയിലെ മെയിൻ സാധനമാണ് ജിഗർദണ്ഡ കഴിക്കാൻ പോകട്ടെ. ഇതാണ് ജിഗർദണ്ഡ. അയ്യോ അതല്ല, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കണതാണ് ജിഗർദണ്ഡ കേട്ടാ. കേട്ടാ ടേസ്റ്റ്. എന്തൊരു സാധനം ഇവിടെ ഇത്. ഇതാണ് ജിഗർദണ്ഡ. ചുമ്മാ പാലും വെള്ളത്തിൽ തേങ്ങാക്കൊത്ത് കലക്കി തന്നേക്കണേ. അയ്യോ കുടിക്കല്ലേ. നമ്മൾ കുടിച്ചിട്ട് പൈസയൊക്കെ കൊടുത്ത് പൈസ. ആ മീനാക്ഷി ടെമ്പിൾ ഇവിടെ. ഡേയ് ഇത് താണ്ട നീ ഫ്രണ്ട് ചെയ്യണ മീനാക്ഷി ടെമ്പിൾ കേൾക്കില്ലല്ലോ. അണ്ണാ വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ അണ്ണാ ഇവിടെ? നമ്മൾ തമിഴ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ നമുക്ക് സീനൊന്നും ഇല്ലല്ലോ ഇത്. അണ്ണ എന്തൊക്കെ മാങ്ങാ പാലസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംഭവം നമുക്കൊന്നും പിടികിട്ടിയില്ല. ആദ്യം മീനാക്ഷി ടെമ്പിളിലോട്ട് 4 മണിക്ക് അടയ്ക്കും. 4 മണിയുടെ ഉള്ളൂ കേട്ടോ. അത് കാണാം. കമോൺ കമോൺ. ഞാനൊരു വ്ളോഗർ തന്നെ അല്ലേ സംഭവം. കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് മീനാക്ഷി ടെമ്പിളിലോട്ട്. മീനാക്ഷി ടെമ്പിളിൽ പണി നടക്കണം. ഔട്ട്ലുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. തേഞ്ഞ്. പക്ഷേ നല്ല ആൾക്കാർ തിരക്കുണ്ട് കേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഈ മാറി തടയടേ. തട്ടിയിടുകൂടെ ഇനി എന്നെ. ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു വന്നേ. സംഭവം ഫോട്ടോ എടുക്കുന്ന വീഞ്ഞ്. ഇനി അടുത്ത വല്ലതും നോക്കാം. ഇവിടെ ഭയങ്കര അലപ്പടേ ഇവിടെ. എന്തിനു കാണിക്കണേ ഇവന്മാർക്ക്. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി തിരക്ക്. ഒരു രക്ഷയില്ല കേട്ടാ. ഇതൊന്നുമല്ല അപ്പുറത്തോട്ട് കൊണ്ട് പിന്നെ എടുക്കാൻ പറ്റാത്ത. ഇതാ കിടക്കണം ബെൽറ്റ് കച്ചവടമാണ് കേട്ടാ. അണ്ണ എന്നെ കുറേ വിളിച്ചാണ്. അണ്ട അങ്ങനെ കാലൊന്നും പിടിക്കണ്ട കേട്ടാ. ബെൽറ്റ് പൊട്ടിക്കുകയാണേ. അപ്പോൾ നോക്കിക്കോ. കാടിച്ച് പാറിച്ചൊക്കെ പൊട്ടിച്ച് എന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ ബെൽറ്റ് പോലും ഇടൂല. അതാണ് വേറെ കോമഡി. അണ്ണാ എന്തൊക്കെ എടുത്തണ്ട. ഓഹോ 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 പുലിയെല്ലാം കൂടെ കത്തി പിടിക്കുന്നുണ്ടോ കണ്ട. മണപ്പിച്ച് നോക്കാൻ നല്ല മണം. വലിയടാ വലിയടാ. എന്തൊരു വടംവലിയാ. അണ്ണൻ ഭയങ്കര ടൈറ്റ് കേട്ടാ. വേണോ? ഇതൊക്കെ എന്തൊരു ബെൽറ്റ് ഇത്. ഇത് ഒറിജിനൽ. അതെ ബൈ. ബെൽറ്റ് മേടിക്കൂലെങ്കിൽ എന്ത് ഭയങ്കര വില പേശലാണ് അവിടെ കിടന്ന്. അണ്ണ അങ്ങനെയാണ് ചേനയാണ് കാമ്പാണ് മറിച്ചാണ്. ബെൽറ്റ് നോക്കും. സൂപ്പർ ബെൽറ്റ്. കെട്ടിയ 2 റൗണ്ട് ചുറ്റുക. ആനയ്ക്ക് വരെ കെട്ടാന്നാണ് അണ്ണൻ പറയണത്. ഇത് നോക്ക്. ഇത് സെക്കൻഡാ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കേട്ടാ. നിന്റെ കയ്യിരിക്കണ ഒറിജിനൽ. ഇത് എട്. അയ്യോ അണ്ണൻ പറയണ വടംവലിക്ക് വരെ ഉപയോഗിക്കാനാണ് പറയണത്. പൊട്ടത്തില്ല. നീ എത്ര രൂപ തരാൻ പറ്റുകയാണെന്ന് ചോദിക്കുന്നു. ലാസ്റ്റ് എത്ര രൂപയ്ക്ക് നിനക്ക് വേണം പറ. ഞാൻ കുലുക്കിയൊക്കെ നോക്കി കേട്ടോ. തൂക്കം വെച്ചൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ അണ്ണ ഒരു 100 രൂപയ്ക്ക് തരും. സമ്മതിച്ചാ? കളിയാക്കണ അണ്ണ. വേണ്ട നീ വേണ്ട. അണ്ണൻ പറയണ ബാഗ് കൂടെ എടുത്തോണ്ട് പൊക്കോളാം നീ 100 രൂപയ്ക്ക്. എനിക്ക് എന്തൊരു സാധനം. എന്നാ എനിക്ക് വേണ്ട എങ്ങനെ ബെൽറ്റ് പോടേ. മാസം നടത്തുക കണ്ട വിചാരി. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരണേണ്. എൻ്റെ പൊന്നെ വയറിനൊരു വൈക്ലഭ്യം പോലെ. അങ്ങനെ ബാത്റൂമിൽ കയറി എന്തിനടേ ഒന്നും പറയണ്ടേ. യൂറോപ്യൻ്റെ സാധനവും ഇന്ത്യൻ്റെ അതുമാണ് കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാം ഇന്ത്യക്കാർ ചെയ്യുന്നത്. ഇന്ത്യൻ മറ്റേ ക്ലോസറ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഞാൻ ചെന്ന് കയറി കൊടുത്തു. ഫ്രഷ് കൊണ്ടെന്ന് പറഞ്ഞു. അവിടെ ബക്കറ്റും വെള്ളം പറഞ്ഞത് കയറി ഇരുന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യണത്. എന്തിനു ചെയ്യാനടേ പിന്നെ. പോയല്ലേ പറ്റും. അപ്പോൾ നമ്മള് എവിടെയാ പോണത്? മ്യൂസിയല്ലേ? ഗാന്ധി മ്യൂസിയം. ഗാന്ധി മ്യൂസിയത്തിൽ പോകാൻ വേണ്ടി അവിടെ അമ്മൻകോവിലിന്റെ അവിടെ നിന്ന് ഒരു ആട്ടോക്കാരൻ്റെ അടുത്ത് ചോദിച്ചു. ആട്ടോക്കാരൻ പുള്ളിയെടുത്ത് വെച്ചാൽ പുള്ളി പറഞ്ഞ 1.5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് 130 രൂപ. 130 രൂപയ്ക്ക് ഭയങ്കര നഷ്ടം. അതുകൊണ്ട് എന്താ വെച്ചാൽ നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നടന്ന് 1 കിലോമീറ്റർ ഉള്ളൂ നടന്നു പോകാൻ. അല്ല സത്യം പറഞ്ഞാൽ ഈ മധുരയിൽ കാണാനായിട്ട് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ഈ ഭക്തജനങ്ങളാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലടാ, അല്ലാതെ ഒന്നുമില്ല ഇവിടെ കാണാൻ. ഒരു പട്ടി കുഞ്ഞുങ്ങൾ പോലും ഇല്ല. ഉള്ള കാര്യം പറയാനില്ല. കൊറേ പിന്നെ സംഭവം എന്ന് വെച്ചാൽ കുറെ പഴങ്ങളും അതും ഒരു ചപ്പചവറുകളും ഇവിടെ വിൽക്കും. അത് മാത്രമേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. അല്ലാതെ പിന്നെ കുറെ അമ്പലങ്ങളുണ്ട്. അതാണ് പറഞ്ഞ ഭക്തജനങ്ങൾ മാത്രം വരിക. വേറെ ഒന്നുമില്ല ഇവിടെ. നമ്മൾ അങ്ങനെ നടന്ന് ഗാന്ധി മ്യൂസിയം എത്തിയേട്ടാ. ഗാന്ധി. അണ്ണ അണ്ണ. അണ്ണൻ ചെറിഞ്ഞൊരു നോട്ടം.
അണ്ണാ இந்த കേരളത്തൊക്കെ ഫ്രീയാ? പിന്നെ ഫ്രീ കയറിപ്പോ നമ്മളെ ഏരിയാക്കളെ ഇതൊക്കെ പിന്നെ അല്ല തളെ പൊളപ്പൊ ഒരു കൊട്ടാരം നോക്കിയാണ് എൻ്റെ പൊന്നെ വാടാ എല്ലാം ഇന്ന് കണ്ട് നിന്ന് തീർക്കണം അവിടെ. അപ്പൊ ഇതാണ് മധുരൈ ഗാന്ധി മ്യൂസിയം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡേയ് അപ്പം ഇതാണ് ഗാന്ധി അസ്ഥിപീഠം. ഈ അസ്ഥിപീഠം എന്ന് പറഞ്ഞാൽ സംഭവം എനിക്കറിഞ്ഞുകൂടാ. വേണ്ട നിങ്ങൾ വായിച്ചു നോക്ക്, ഇംഗ്ലീഷ് അറിയാവുന്നവർ വായിച്ചു നോക്കാണ്ട് ഇതാണ് സംഭവം. അപ്പം ഇതാണ് ഗാന്ധി അസ്ഥിപീഠം. സംഭവം എന്തെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല. ഇത് അസ്ഥിപീഠം എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. മറ്റേ അസ്ഥിയുള്ള സ്ഥലമാണ് ബാക്കി വന്ന ഇവിടെയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നും അറിയത്തില്ല. കൊള്ളാം അല്ലേ? വൺ സെറ്റപ്പ് തന്നെ അല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ കാണാനൊക്കെ. ഡേയ് പൊളപ്പൊരു ഡിനോസറിനെ കണ്ട സൈഡിൽ എൻ്റെ പൊന്നെ. സംഭവം ഇവിടെ ഒന്നുമില്ല. ഇവിടെ കയറാൻ വേണ്ടി 10 രൂപ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. കൊച്ചുള്ളവർക്കാണെങ്കിൽ 5 രൂപ. പിന്നെ ക്യാമറ അലൗഡ് ചെയ്യണമെങ്കിൽ ഇത് പറയണത് 100 രൂപ. പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ 200 രൂപ. ഇതിനകത്ത് ഒന്നും കാണാനില്ല. കുറേ സാമാനങ്ങൾ ഇവന്മാർ തനിയെ നിർമ്മിച്ച് വെച്ചേക്കുന്നത്. ഒന്നുമില്ല. അതിലാകെ ഉള്ളതെന്ന് പറയുന്നത് 5-6 പാമ്പുകളാണ്. പാമ്പുകൾ, എലിയും കുറേ പഴുതാര അങ്ങനെയുള്ള സംഭവം മാത്രമേ ഒറിജിനലുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല കാണാൻ. ചുമ്മാ കുറേ മൺവെട്ടിയവന്മാർ മൺവെട്ടുണ്ടാക്കി വെച്ചേക്കുന്നു. കുടം അതൊക്കെ പണ്ടത്തെ 16th 17th സെഞ്ച്വറിയാണ് നിർമ്മിച്ചൊക്കെ. ഭയങ്കര പാടാണ്. എന്നിട്ട് കുറേ തള്ളപ്പേര് യൂസ് ചെയ്യുന്നു. അയ്യോ ഗായ്സ്, അപ്പോൾ നടന്നിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല കാണാൻ. സാഹിയായിട്ട് അവസാനം ആട്ടോ വിളിച്ച് മധുര റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പോകും. ഇവിടെ നിന്ന് മധുര റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ 100 രൂപ. നടക്കാൻ വയ്യാത്ത കൊണ്ട്, പിന്നെ ഇവിടെ സ്ഥലങ്ങൾ അറിയാത്ത കൊണ്ട് ആട്ടയിൽ പോകാൻ വിചാരിച്ചു. ആട്ടൊക്കെ കൊണ്ടിരിക്കും. ഇവിടെ അടുത്ത് വേറൊരു സ്ഥലം നോക്കി. എവിടെ? മേഘമല നോക്കിയപ്പോ ഇവിടുത്ത് 180 കിലോമീറ്ററിന്റെ മണ്ടേ കിടക്കുന്നത്. ഒരു ദിവസം പിടിക്കുന്ന കെട്ടാൻ. പിന്നെ ഫോണൊക്കെ പോയിട്ട് കാര്യമില്ല. അല്ലാതെ ഒന്നും ഇവിടെ ഒന്നും ഇല്ല കാണാൻ കേട്ടോ. നിങ്ങൾ എല്ലാം കൂടെ കുറ്റി പറിച്ചിട്ട് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വരാൻ നിൽക്കുന്നവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ ക്യാൻസൽ ആക്കുക. വരാതിരിക്കുക, വേറെ അങ്ങോട്ടെങ്കിലും പോവുക. അല്ലെങ്കിൽ ഒറ്റ ഇവിടെയൊക്കെ രാമേശ്വരമോ ധനുഷ്കോടി അവിടെ പോയി കണ്ടിട്ടേക്കുക. അവിടെ ഇപ്പം അതിന്റെ ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ അവിടെ തിരക്കാരനാണ്, കയറാനും പറ്റില്ല. മാതിരി തിരക്ക്. 4 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ ഇവിടെ എങ്ങനെ പറയാൻ വേറെ ഒന്നും ഇല്ല. ഇവിടെ കുറെ ടെമ്പിൾ തന്നെ ഉള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, ട്രെയിനിൽ കയറി ഒറ്റ ഇറങ്ങാം. അപ്പം ബൈ 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 ബൈ.